അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വീണ്ടും ഇൻക്ലൂഡ് ചെയ്തത്. ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തതിന് ശേഷം ഒരു 1 മന്ത് ചാലഞ്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ ആണിത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കണത്. അതിലൂടെ എൻ്റെ ഹെയർ കെയർ എങ്ങനെ ഞാൻ കൊണ്ടുപോകണു എന്നുള്ളതും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താ മുറ്റം കാണിക്കണേ എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് സ്റ്റോൺ ഇവിടെ പതിക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇട്ടിരിക്കണ ഈ ഇൻ്റർലോക്ക് മുഴുവനായിട്ടും നമ്മൾ അടർത്തി മാറ്റുകയാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ നേരെ മറിച്ച് നമ്മുടെ സ്റ്റോൺ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇട്ട ഇൻ്റർലോക്ക് ഫുള്ളായിട്ട് ഇളക്കി മറിക്കുകയാണ് കേട്ടോ. ഇതിന് വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ മെറ്റലിട്ട് മെറ്റലിൻ്റെ മേലെ ഈ കല്ല് നിരത്തുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പൊളിച്ചെടുക്കാനൊന്നും റിസ്ക് ഇല്ല കേട്ടോ. നേരെ മറിച്ച് നമ്മൾ സിമെൻറ്റും ഒക്കെ ഇട്ടാലാണ് നമുക്ക് പൊളിച്ചെടുക്കാൻ ഇളക്കിയെടുക്കാൻ പാട്. ഇതിപ്പോൾ കല്ലിൻ്റെ മീതെ ജസ്റ്റ് വെക്കുകയാണ്, വെച്ചിങ്ങനെ അടുക്കി പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക് ഇല്ല. സ്റ്റോണ് നമ്മൾ വെക്കുന്നതും അതേപോലെ തന്നെ ആ ഇൻ്റർലോക്ക് മാറ്റി നമ്മൾ സ്റ്റോൺ ഇവിടെ പതിച്ചു കേട്ടോ. ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് മാറ്റി മാറ്റി സ്റ്റോൺ ആക്കിയത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ, ഇപ്പോൾ സ്റ്റോൺ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ എന്നിലൂടെ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ സ്റ്റോൺ ഇതാ ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡിൽ ഒറിജിനൽ പുല്ല് വെക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടല്ലേ. നമ്മളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാനാണെന്നുണ്ടെങ്കിൽ ലീവ് വിടുമ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവലാണ് പതിവ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പാടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതല്ലാതെ നേതുക്കുട്ടനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മീതെ ഇങ്ങനെ സൈക്ലോട്ടിയൊക്കെ കളിക്കും. അപ്പോൾ നമ്മൾ ഒറിജിനൽ വെച്ച് കഴിഞ്ഞാൽ പാടാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെപ്പ് പുല്ലുണ്ടല്ലോ, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പുല്ല്, നമ്മുടെ ഗ്രാസ്, അതാണ് കേട്ടോ നമ്മൾ ഇടയിൽ വെച്ച് കൊടുക്കണത്. അപ്പോൾ അവർ വെക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സിമെൻറ്റ് പാല്, അതായത് മറ്റേന്താണ് എംസാൻഡിൽ സിമെൻറ്റ് കലക്കിയിട്ട് അങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് ഈ നടുവേ കൂടെ ഗ്യാപ്പ് വിട്ടതിൻ്റെ അതിൽ കൂടെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ഈ ഗ്രാസ് അതിൽ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും. ചിലർ പറയുന്നുണ്ട് ആണി തറച്ച് കയറ്റാറുണ്ട്, പശ വെച്ച് ഒട്ടിക്കാറുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് ചെയ്തു തന്നത് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ. സിമെൻറ്റ് പാൽ ഒഴിക്കും, അതിൻ്റെ മീതെ ഗ്രാസ് വയ്ക്കും. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇതേപോലെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ വന്ന ആൾക്ക് എന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് പരിചയമുണ്ട് കേട്ടോ. പരിചയത്തിൻ്റെ പുറത്ത് വന്നതൊന്നും അല്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിച്ചു, യൂട്യൂബിലുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും എളുപ്പമായി. കാരണം അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഓരോ എക്സ്പ്ലനേഷൻ കൊടുക്കണം, എന്തിനാണ് വീഡിയോ എടുക്കണത്, എന്താണ് എങ്ങനെയെന്നൊക്കെ. എനിക്ക് പിന്നെ അതിൻ്റെ യാതൊരു ആവശ്യം വന്നില്ല കേട്ടോ. ഇതിൻ്റെ ഓണർ എന്നെ എല്ലാം പറഞ്ഞു. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം ഇങ്ങനെ സിമെൻറ്റ് പാലിൽ തന്നെ എല്ലാം ഒട്ടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മുറ്റമൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പണ്ടത്തെ ഇൻ്റർലോക്കും നമ്മൾ സ്റ്റോൺ ചെയ്തതും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ് കേട്ടോ നമ്മുടെ മുറ്റത്തിന് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ വീടിന് തന്നെ പ്രത്യേക ഒരു ഭംഗിയും നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മുടെ മുറ്റം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കണത്. കണ്ടില്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ നേരെ മുറ്റത്തിൻ്റെ ബാക്കിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്തിരുന്ന ഇൻ്റർലോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഈ സൈഡ് മുതൽ വീടിന് ചുറ്റും ഒരു റൗണ്ടായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ, ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനും സേഫ്റ്റിയാണ്, നമുക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, നടക്കാനും ഒക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഫുള്ളും പാടങ്ങളാണ്. ഞാനിത് മുമ്പേ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വീണ്ടും ഇത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരു 7 മണി, ഒരു 6:30-7 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് കേട്ടോ ഇത് ഞാൻ ഷൂട്ട് ചെയ്യണത്. എന്ത് ഭംഗിയാണ് നോക്കിയത് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പും നല്ല കിളികളും മയിലുകളും കുയിൽ കൂകണതും അങ്ങനെ പലതരത്തിലുള്ള ശബ്ദം നമുക്കിവിടെ നിന്നാൽ കേൾക്കാൻ പറ്റും. ബാക്കിൽ നിന്ന് വർക്ക് ഏരിയയിൽ ഡോറ് തുറക്കുമ്പോൾ തന്നെ കേൾക്കണത്
ഇതിൻ്റെയൊക്കെ ശബ്ദങ്ങളാണ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും കേട്ടോ. നിങ്ങൾ കണ്ടോ ഈ ഒരു പ്രകൃതി രമണീയമായ കാഴ്ച? അപ്പോൾ നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഇതേപോലെയുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ മിസ് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നറിയോ? എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ. എൻ്റെ അടുത്ത് ഞാനിങ്ങനെ പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ, നീ ബാക്ക് സൈഡിലൊന്ന് കാണിക്കുക, ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ളത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. എന്നിട്ട് ആൾ പറയും എന്തൊരു ഭംഗിയാണല്ലേ, മിസ് ചെയ്യണു എന്നുള്ളത് പറയാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നേതൃത്വത്തിന് എണീച്ചു കേട്ടോ. രാവിലെയാണ്, ഞാൻ പറഞ്ഞില്ലേ രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അവൻ എണീറ്റു. അപ്പം ഞാൻ പാതിക്ക് വെച്ച് നിർത്തി അവനെ ഉറക്കൊക്കെ എണീപ്പിച്ച് പുറത്തോട്ട് കൊണ്ടുവന്ന് ബാക്കി വീണ്ടും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവനാണെന്നുണ്ടെങ്കിൽ എണീച്ചപ്പോൾ തന്നെ ഫുൾ പാട്ടിലാണ് കേട്ടോ. കണ്ടുപിടിച്ചവൾ അവൾക്ക് മിന്നൽ കൊണ്ട് കാടിക്കട്ട കണ്ടുപിടിച്ചവൾ കത്തിയരി സൂര്യനെ കഴിഞ്ഞ ഇപ്പോൾ ഫുൾ ടൈം ഈ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. വേടൻ്റെ പല പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പാടി നടക്കും കേട്ടോ. അവൻ്റെ അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തും പാടിക്കൊടുക്കണത് ഇങ്ങനത്തെ പാട്ടുകളാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡും മുറ്റുമൊക്കെ കണ്ടില്ലേ. പിന്നെ ഇവിടെ ഞാൻ വിട്ടിരിക്കുന്നത് 2 സൈഡിലും നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ ഒറിജിനൽ പുല്ലാണ് കേട്ടോ വെക്കണത്. പക്ഷേ ഫുള്ളും മഴയായതുകൊണ്ട് നമുക്കിതിപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ ഒറിജിനൽ പുല്ല് 2 സൈഡിലും ഉണ്ട്. നമ്മൾ മതിലിൻ്റെ 2 അറ്റത്തായിട്ടാണ് നമ്മളിത് വിട്ടിരിക്കുന്നത്. 2 അറ്റത്തും ഒറിജിനൽ പുല്ല് വെച്ച് ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ നേതുകൂട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവനാണെന്നുണ്ടെങ്കിൽ മീൻകാരൻ ചേട്ടനെ നിർത്തിച്ചു. പിന്നെ ഞാൻ പോയി നമ്മുടെ സിലോപ്പിയ മീൻ 1 കിലോ വാങ്ങിച്ച് ഞാൻ അപ്പം തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പാടങ്ങളും കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നല്ല റിലാക്സോട് കൂടിയിട്ടാണ് മീൻ കഴുകണത്. നേരെ മറിച്ച് എനിക്ക് മീൻ കഴുകാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. ആഫ്റ്റർ മാരേജ് ആണ് ഇങ്ങനെ ഓരോന്നും ചെയ്യണത്. നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. ഫുള്ളും അച്ഛനും അമ്മയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ അങ്ങോട്ട് മാറുകയാണ് എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം എല്ലാവർക്കും ഉണ്ടാവും. പേഴ്സണലി എനിക്കുണ്ട് കേട്ടോ. എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് മീനൊക്കെ കഴുകി തരും. പക്ഷേ ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് ഫുള്ളും ഞാനാണ് കേട്ടോ. പക്ഷേ എനിക്കതിപ്പോൾ ഒരു മടുപ്പായിട്ടേ തോന്നണില്ല. പിന്നെ ഞാൻ ബാക്കിൽ വന്ന് നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ മീൻ കഴുകണത്. ഭയങ്കര ബോറിങ് ഇല്ല, നല്ലൊരു സുഖമുണ്ട്. അങ്ങനെ മീനൊക്കെ നല്ല പോലെ വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കഴുകി നമ്മുടെ മസാലയൊക്കെ തിരുമ്മി ഫ്രിഡ്ജിനകത്ത് കയറ്റി അത് കഴിഞ്ഞ് വന്ന് ഞാൻ വിചാരിച്ചു ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാൻ കോസ്മെറ്റോളജി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്യൂട്ടീഷ്യൻ, ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്ട്രി കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒട്ടും സമയമില്ല കേട്ടോ. വീഡിയോ ചെയ്യണം, അതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ക്ലാസ്സിൽ പോകണം, മോനെ നോക്കണം, അവനെ പഠിപ്പിക്കണം, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ ഫുൾ ബിസിയാണ് കേട്ടോ. ഒന്നിനും തന്നെ സമയമില്ല. സാറ്റർഡേ സൺഡേ എനിക്ക് ലീവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ബാത്റൂം ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാൻ 2 ഡേയ്സ് കൂടുമ്പോൾ ക്ലീൻ ചെയ്യണതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനേ പറ്റില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് വിടുക എന്നല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഡീപ്പായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാന്നുള്ളത്. കാരണം നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് വൈറ്റ് ടൈലാണ് കേട്ടോ. അത് മണ്ടത്തരമായി പോയി എന്നുള്ളത് ഇപ്പോഴാണ് ചിന്തിക്കണത്. വൈറ്റ് എപ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാത്റൂമിൽ വൈറ്റ് വെക്കണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വീട് കെട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വൈറ്റ് വെക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ കുളിയും ബാക്കി എല്ലാ കാര്യങ്ങളും ബാത്റൂമിൽ നിന്നാണ്. അപ്പം നമ്മൾ കുളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അഴുക്കും കാര്യങ്ങളൊക്കെ ടൈലിലാണ് വീഴുക. വൈറ്റ് ആകുന്ന സമയത്ത് ഒരിത്തിരി തട്ടിയാൽ മതി കറ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ വൈറ്റ് ടൈല് മുഴുവനും കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്ക ദിവസങ്ങളിലും 2 ദിവസം കൂടുമ്പോൾ ഹാർപ്പിക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കറയൊക്കെ മാറ്റി നല്ല പോലെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ 1 വീക്കായിട്ട് 5 ദിവസം പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ ഞാനിന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. എനിക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് വരണം. അതല്ലാതെ ഈ അഴുക്ക് ഒക്കെ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു അറയ്ക്കും ഇല്ലേ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. എനിക്കങ്ങനെയാണ്. പക്ഷേ അറയ്ക്കുന്ന അത്ര വൃത്തികേടൊന്നുമില്ല, എന്നാലും എനിക്ക് നല്ലൊരു ക്ലീൻ ആയിരിക്കണം. അത് എന്താ എനിക്ക് നിർബന്ധമായിട്ടും വേണ്ടൊരു കാര്യമാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഹാർപ്പിക്ക് ഒഴിച്ച് അങ്ങോട്ട് ഒരു മണിക്കൂറോളം എടുത്തു കേട്ടോ ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം പോയതേ അറിഞ്ഞില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ മീൻ വാങ്ങിച്ച് അതൊക്കെ കഴുകി നെയ്തുകുട്ടനെ 2 തവണ ഞാൻ കുളിപ്പിച്ചു കേട്ടോ. കാരണം ഒരു തവണ കുളിപ്പിച്ച് അവൻ റോട്ടിലൂടെ ഈ ചെളിയിലൂടെ സൈക്കിൾ ഓട്ടി നടന്ന് അതിൻ്റെ ചേറൊക്കെ തെറിച്ച് മൊത്തത്തിലങ്ങോട്ട് വഷളായി. പിന്നെ ഞാൻ വീണ്ടും ഒരു തവണ മേലൊക്കെ കഴുകിയിരുത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവനെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് എൻ്റെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ ബാത്റൂമിലോട്ട് പോണത്. കാരണം അത് കഴുകി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കുളിച്ച് വന്നാൽ ഫ്രഷ് ആയല്ലോ എന്ന് ഓർത്തിട്ട് ബാത്റൂമിൽ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അറപ്പ് മാതിരിയാണ്. പിന്നെ നമുക്കൊന്നും കഴിക്കാനോ ഒന്നും തോന്നില്ലല്ലോ, അതങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ അവനെ TV വെച്ച് കൊടുത്ത് ഞാൻ ബാത്റൂമിൽ പോയതാണ് കേട്ടോ. പോയതേ അറിഞ്ഞുള്ളൂ, സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പണി കിടക്കുമ്പോൾ അതവിടെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. എനിക്കൊരു റൊട്ടീനുണ്ട്. രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, അടുക്കള വൃത്തിയാക്കി വയ്ക്കുക, പാത്രം കഴുകുക, നെയ്തുകുട്ടനെ റെഡിയാക്കുക. അവൻ പോയ പാടെ ഇവിടെയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുക. ഇതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അതേ അങ്ങോട്ട് തുടരുകയാണ്. അല്ലാതിരുന്നാൽ എനിക്കൊരു സമാധാനം കുറവാണ്. അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ പളപളാന്ന് തിളങ്ങുന്നുണ്ട് കണ്ടോ. എൻ്റെ ടൈലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മേല് കഴുകി കേട്ടോ. ഞാനിന്ന് തല കഴുകുന്നില്ല. നമ്മൾ ഹെയർ കട്ട് ചെയ്തതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത്. നിങ്ങൾക്ക് കിട്ടുമ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്നുണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെയാണ് ഹെയർ കെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ മെഷീനിലിട്ട് അലക്കിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേരല്ലേ ഉള്ളൂ, തുണിയൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല. ഇപ്പം എന്താണെന്നറിയാമോ പണി? പുറത്തോട്ട് വരിക, തുണി ഇടുക, ഉള്ളിലോട്ട് പോവുക, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മഴച്ചാറ്റിൽ വരും, ഓടി വരിക, അതെടുക്കുക, വീണ്ടും ഇതെന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയ്ക്ക് ഇപ്പം ഇത്തിരി ശമനമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി തുണിയൊക്കെ ഉണങ്ങാനിട്ടതിന് ശേഷം നമ്മുടെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡേ 2-ൽ നമ്മൾ നേരത്തെ ഡേ 1-ൽ ഉണ്ടാക്കി വെച്ച അതേ ടോണറാണ്, നമ്മൾ മാറ്റുന്നില്ല. ഈ ഒരു 1 മന്തും നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ടോണർ ഞാൻ ഇന്ന് രാവിലെയല്ല ഉച്ചയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. കാരണം കുളി കഴിഞ്ഞത് ഇപ്പോഴല്ലേ. അപ്പോൾ എനിക്ക് മുടിയിനിപ്പോൾ ഞാൻ കെട്ടി വെക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്നാൽ ടോണർ നമുക്ക് അപ്ലൈ ചെയ്ത് മസാജൊക്കെ ചെയ്ത് വിട്ടിട്ട് കെട്ടി വെക്കാമെന്നുള്ളത്. ഈ ഒരു ടോണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ടോണർ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതിപ്പോൾ രാത്രിയോ രാവിലെയോ ഉച്ചയോ സന്ധ്യാസമയം അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു ടോണർ നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടുതലും ആളുകൾക്ക് ഫ്രീ ആവുന്നത് രാത്രിയാണല്ലോ, അതാണ് ഞാൻ രാത്രി പറഞ്ഞത്. പക്ഷേ രാത്രി ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് നീരിറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെയുള്ള രാവിലെ സമയങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ടോണർ ഫുള്ളായിട്ട് സ്കാൽപ്പിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുളിപ്പിന്നൽ ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു നനവ് മാറാൻ വേണ്ടിയിട്ട്. നനവൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ നനവൊക്കെ പോവും. എന്നാലും എനിക്കൊരു കുളിപ്പിന്നൽ ഇടാതെ ഒരു സമാധാനമില്ല. കാരണം ഈ ഒരു ടോണർ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുളിപ്പിന്നൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമ്മൾ തലയൊക്കെ കുളിച്ച് വന്നൊരു ഫീലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടോ തല കുളിക്കാത്ത ഒരാളാണെന്നുള്ളത്? പുറത്തു നിന്ന് ഇപ്പോൾ ആരെങ്കിലും എന്നെ കണ്ടാലും തല കുളിച്ചിട്ടില്ല എന്ന് പറയേയില്ല. ഞാൻ അത്രയ്ക്കും തല കുളിച്ചൊരു ഫീൽ അവിടെ വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ മീൻ വാങ്ങിച്ചല്ലോ, അതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. സാമ്പാറുണ്ട്, പിന്നെ വെള്ളം നമ്മുടെ പൊടി മറ്റേ എന്താ കളർ വരുന്നൊരു പൊടിയുണ്ട്, എന്താ മരത്തിൻ്റെ എന്തോ എനിക്ക് പേരറിയില്ല കേട്ടോ, അതിട്ട് കാച്ചിയെടുത്ത വെള്ളമുണ്ട്. പിന്നെ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മളിന്ന് ഉച്ചയൂണും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ഫ്രം രമ്യ.